അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മർക്കസിലെ ഫാദിലകൾക്ക് മറ്റൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഫിഖ്ഹാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ പാഠം നമ്മൾ ചർച്ച ചെയ്തു, അതിൻ്റെ ടെസ്റ്റ് നടത്തി. അൽഹംദുലില്ലാഹ് നല്ല വിജയം തന്നെ. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് മനസ്സിലാകാത്തത്, അതല്ലെങ്കിൽ തെറ്റുപറ്റിയത്, ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് തിരുത്താൻ വേണ്ടി കൂടെ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠമാണ് എടുക്കാനുള്ളത്. അദ്ദർസു സാനി, ഹുക്കുമു മൻ തറക്കഹ വ ഹുക്കുമു മൻ ഫാതത്ത് മിൻഹു. ഹുക്കുമു മൻ, ഒരുത്തൻ്റെ വിധി, തറക്കഹ, അവൻ ആ നിസ്കാരത്തെ ഉപേക്ഷിച്ചിരിക്കുന്നു. വ ഹുക്കുമു മൻ, വേറൊരുത്തൻ്റെ വിധി, ഫാതത്ത് മിൻഹു, അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എന്താണ് നിസ്കാരം, നഷ്ടപ്പെട്ടാൽ അതിൻ്റെ വിധി എന്തൊക്കെയാണ്, ഒരാൾ ഉപേക്ഷിച്ചാൽ അതിൻ്റെ വിധി എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയാൽ ശിക്ഷ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യും. നോക്ക്, 11 അസ്വലവാത്തുൽ ഖംസു അൽ മഫ്റൂലത്തു, നിർബന്ധമാക്കപ്പെട്ട 5 നമസ്കാരങ്ങൾ. നമ്മളത് ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മഅലൂമത്തും മിനദ്ദീനി, ദീനിൽ നിന്ന് അറിയപ്പെട്ട എന്ന് പറഞ്ഞാൽ ദീനിൽ അറിയപ്പെട്ടതാണ്. ബിൽ ലറൂറത്തി, ലറൂറത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയല്ല, നിർബന്ധമായിട്ടും നമുക്ക് അത് കിട്ടുന്നതാണ്, ചിന്തകൾക്ക് ആവശ്യമില്ലാതെ മനസ്സിലാകുന്നതാണ്. ലറൂറത്ത് കൊണ്ട് ദീനിൽ അറിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഫയക്ഫുറു ജാഹിദുഹ, അപ്പോൾ അതിനെ നിഷേധിച്ചവൻ, ജാഹിദ് എന്ന് പറഞ്ഞാൽ നിഷേധിച്ച ആൾ, അവൻ കാഫിറാകും. അപ്പോൾ ഒരാൾ നിസ്കാരം എന്നൊന്നില്ല, 5 വഖത്ത് നിസ്കാരം ഇല്ല എന്നൊരാൾ പറഞ്ഞാൽ അയാൾ കാഫിറാണ്. 3 വഖത്ത് നിസ്കാരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ കാഫിറാണ്. അതന്നെ. 12 വലാ യക്ഫുറു, അപ്പോൾ ഒരാൾ കാഫിറാവുകയില്ല. മൻ തറക്കഹ, നിസ്കാരം ഉപേക്ഷിച്ച ഒരുത്തൻ. എങ്ങനെ? ഗസ്ലൻ, മടി കാരണത്താൽ, മടി പിടിച്ചിട്ട് ഉറക്കത്തു നിന്ന് നീക്കാൻ മടിയായി, എന്നിട്ട് എന്ത് ചെയ്തില്ല, നിസ്കരിച്ചില്ല, സുബഹിസ്കരിച്ചില്ല, അയാൾ കാഫിറാവില്ല. ഏത് വിശ്വാസത്തോടെ ആവണം? മഅ ഇഅ്തിഖാദി വുജൂബിഹ, ആ നിസ്കാരം നിർബന്ധമാണ് എന്ന വിശ്വാസത്തോടെ. നിസ്കാരം നിർബന്ധമാണെന്ന് അയാൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അയാൾ മടി പിടിച്ച് നിസ്കരിച്ചില്ല, അതുകൊണ്ട് കാഫിറാവൂല. വലാകിന്നഹു, പക്ഷേ അവൻ മിനൽ കബാഇറി, വൻ കുറ്റം ചെയ്തവനായിട്ടുണ്ട്, വലിയ കുറ്റം ചെയ്തിട്ടുണ്ട്. ഫയജിബു അലൈഹി, അപ്പോൾ അവൻ്റെ മേൽ നിർബന്ധമാണ്. അൽ ഖലാഉ, എന്ത്? ഖലാ വിട്ടൽ നിർബന്ധമാണ്. വത്തൗബത്തു, പശ്ചാത്താപിക്കലും, അള്ളാഹിനോട് പശ്ചാത്തപിച്ച് പറയണം, തൗബ ചെയ്യണം, അത് നിർബന്ധമാണ്. മനസ്സിലായല്ലോ. 13 വലൗ ഫാത്തത്ത്, ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, മിമ്മൻ, വലൗ ഫാത്തത്ത്, നിസ്കാരം നഷ്ടപ്പെട്ടാൽ, മിമ്മൻ, ഒരുത്തനിൽ നിന്ന്. എങ്ങനത്തെ ഒരുത്തനാണ്? വജബത്ത് അലൈഹി സ്വലാത്തു, നിസ്കാരം അവൻ്റെ മേൽ നിർബന്ധമാണ്, അങ്ങനത്തെ ഒരുത്തനിൽ നിന്ന് നിസ്കാരം നഷ്ടപ്പെട്ടു. അങ്ങനെ ആയാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? യുബാദിറു വുജൂബൻ ബി ഖലാഇഹ, ആ നിസ്കാരം ഖലാ വീട്ടൽ കൊണ്ട് നിർബന്ധമായിട്ടും പെട്ടെന്നാക്കണം, ഉളരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഖലാ വീട്ടണം. നിസ്കാരം നിർബന്ധമുള്ള ഒരാളെ, നിസ്കാരം ആരുടെ മേലൊക്കെ നിർബന്ധമില്ലാത്തത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിസ്കാരം നിർബന്ധമുള്ള ഒരാൾ, അയാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, ഇനി അയാൾ എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് ഖലാ വീട്ടണം. എങ്ങനെ? ഇൻ ഫാത്തത്ത് ബിലാഉദിരിൻ, കാരണം കൂടാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ, കാരണമില്ലാതെ നഷ്ടപ്പെട്ടതാണെങ്കിൽ, ഏതുപോലെ കനൗമിൻ വ നിസ്യാനിൻ, നൗമും നിസ്യാനൊക്കെ. നൗമ് എന്ന് പറഞ്ഞാൽ ഉറക്കം, നിസ്യാൻ എന്ന് പറഞ്ഞാൽ മറവി. അപ്പോൾ ഒരാൾക്ക് ഉറക്കത്തിൽപ്പെട്ടിട്ട് എന്ത് ചെയ്തു, നിസ്കാരം നഷ്ടപ്പെട്ടുക്കുണെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് പെട്ടെന്ന് ഖലാ വീട്ടേണ്ടതല്ല. വനിസ്യാനിൻ, മറന്നാൽ പെട്ടെന്ന് ഖലാ വീട്ടേണ്ടതില്ല. എന്നാൽ കാരണമില്ലാതെ നഷ്ടപ്പെട്ടാലോ അയാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഖലാ വീട്ടണം. മനസ്സിലായി എന്ന് കരുതുന്നു. ഒരാൾക്ക് കാരണം ഇല്ലാതെ നിസ്കാരം നഷ്ടപ്പെട്ടു. കാരണം ഏതൊക്കെയാണ്? നൗമ്, നിസ്യാൻ. ഈ 2 കാരണമില്ലാതെ ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ഇതല്ലാത്തൊരു കാരണം പറയും, ഒരു കളി,
ഒരാൾ കളിച്ചു എന്നിട്ട് നഷ്ടപ്പെട്ടു, അത് ഇസ്ലാമിൽ ഉദ്റായിട്ട് കാരണമായിട്ട് കണക്കാക്കൂല. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഖളാ വീട്ടണമെന്ന്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഭാഗം ചോദിക്കാവുന്നതാണ്. ലം യതഅദ്ദ ബിഹിമ, ആ ഉറക്കം കൊണ്ടും മറവി കൊണ്ടും അയാൾ എന്ത് ചെയ്തിട്ടില്ല? അതിരുവിട്ട് കടന്നിട്ടില്ല. അതിരുവിട്ട് ഇനി ഒരാൾ ഉറങ്ങി, അത് കാരണമാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ എന്താണ്, അതിരുവിട്ട് കടന്നുക്കണമെങ്കിലോ എങ്ങനെ ഉറക്കത്തിൽ അതിരുവിട്ട് കിടക്കുക? ഇപ്പോൾ എന്താണ്, സമയമായിട്ട്, ഇപ്പോൾ ളുഹറിൻ്റെ സമയമായി എന്നിട്ട് അയാൾ ഉറങ്ങുക. ഒരു 3 മണി സമയമാകുമ്പോൾ അതുവരെ നിസ്കരിച്ചിട്ടില്ല. 3 മണിക്ക് ഒരാൾ ഉറങ്ങാണ്, 3:30 ആകുമ്പോൾ എന്ത് ചെയ്യും? ളുഹർ ഖളാ ആകും. അപ്പോൾ അയാൾ 3 മണിയാകുമ്പോൾ ഉറങ്ങാണ്. അപ്പോൾ അയാൾക്ക് ഉറപ്പാണ് എന്ത്, ഇത് ഈ ളുഹർ ഖളാ ആകുമ്പോഴത്തേന് ഞാൻ നീക്കൂല എന്ന് അയാൾക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ അയാൾക്ക് സംശയമുണ്ട്. ആ സമയത്ത് അയാൾ ഉറങ്ങുക എന്നുള്ളത് എന്താണ്, അയാൾ അതിരുവിട്ട് കടത്തൽ ഉണ്ടാക്കി. മനസ്സിലാവുണ്ടോ? അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു, ആ സമയത്ത് അയാൾക്ക് നഷ്ടപ്പെടുമെന്ന് സാധ്യത ഉണ്ട്. ആ സമയത്ത് അയാൾ എന്ത് ചെയ്തു? എന്തെങ്കിലും ജോലിയിൽ ഏർപ്പെട്ടു, എന്നിട്ട് അയാൾ മറന്നുപോയി. ഇപ്പോൾ എന്തെങ്കിലും കളിച്ചു, ഫുട്ബോൾ കളിച്ചു അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചു, ഒരു 3 മണിയാകുമ്പോൾ അയാൾ ആ കളിയിൽ ഏർപ്പെട്ടത് കാരണത്താൽ മറന്നുപോയതാണ്. അത് അയാൾ അതിരുവിട്ട് കടന്നതുകൊണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പോൾ മറവിയും ഉറക്കവും കാരണമാവണമെങ്കിൽ എന്ത് പാടില്ല? അതിരുവിട്ട് കടക്കൽ ഉണ്ടാകാൻ പാടില്ല. അതിരുവിട്ട് കടന്നാൽ എന്താണ്, അവിടെ എന്താണ്, ഈ പറഞ്ഞ വിധിയല്ല. മനസ്സിലാവുണ്ടോ? പെട്ടെന്ന് ഖളാ വീട്ടണം എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഉദ്റിൽ ഈ പെട്ടെന്ന് ഖളാ വീട്ടണം എന്ന് പറഞ്ഞത് ഉദ്ർ ഇല്ലാതെ നഷ്ടപ്പെട്ടാലാണ്. ഉദ്റോടുകൂടി നഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് ഖളാ വീട്ടണം എന്നല്ല, അത് ശേഷം പറയും. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരാൾ ഉദ്ർ ഇല്ലാതെ, കാരണം ഇല്ലാതെ ഒരാൾ നഷ്ടപ്പെട്ടാൽ അയാൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഖളാ വീട്ടണം. അതേ വിധി തന്നെയാണ് അതിരുവിട്ട് കടന്നവനും. ഉറക്കം കൊണ്ടും നിസ്യാന് കൊണ്ടും അതിരുവിട്ട് കടന്നവനും എന്ത് ചെയ്യണം? പെട്ടെന്ന് ഖളാ വീട്ടുകയാണ് വേണ്ടത്. രണ്ടുപേർക്കും ഒരേ വിധിയാണ്. ഇനി നോക്ക് 14 നോക്ക്. അത് പറഞ്ഞാൽ ഒരു സംശയം നീങ്ങും. വൈൻ ഫാത്തത്ത് ബി ഉദ്രിൻ, ഇനി കാരണത്തോടു കൂടെയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ യജൂസു ലഹു, അവന് അനുവദനീയമാണ് തഅഖീറു ഖളാഇഹ, ആ നിസ്കാരത്തെ ഖളാ വിട്ടൽ പിന്തിക്കൽ അനുവദനീയമാണ്. അപ്പോൾ കാരണത്തോടു കൂടി ഉറക്കത്ത് പെട്ടു, എന്നിട്ട് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു, നിസ്കാരം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ മറന്നുപോയി, അങ്ങനെ നിസ്കാരം നഷ്ടപ്പെട്ടു. അങ്ങനെയായാൽ അതിനെ ഖളാ വിട്ടൽ അയാൾക്ക് പിന്തിക്കാം. വലാക്കിൻ, പക്ഷേ യുന്തബുലഹുൽ മുബാദറത്തു ബിൽ ഖളാഇ, ഖളാ വീട്ടൽ പെട്ടെന്നാക്കൽ അയാൾക്ക് എന്താണ്? സുന്നത്താണ്. മനസ്സിലാവുണ്ടോ? അയാൾക്ക് പിന്തിച്ചതുകൊണ്ട് കുഴപ്പമില്ല. കാരണത്തോടു കൂടി നഷ്ടപ്പെട്ടവന്. കാരണമില്ലാതെ നഷ്ടപ്പെട്ടവനോ പെട്ടെന്ന് ഖളാ വീട്ടൽ നിർബന്ധമാണ്. അതേ വിധി തന്നെയാണ് അതിരുവിട്ട് കടക്കൽ ഉണ്ടാക്കിയവനും. മനസ്സിലായി എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ അത് ചോദിക്കണം. 15 യുന്തബു തെർത്തീബ് സുന്നത്താകും ഫിൽ ഖളാഇ, ഖളാ വീട്ടുന്നതിൽ. അപ്പോൾ തെർത്തീബ് ഖളാ സുന്നത്താകും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് സുബഹി ളുഹുറും ഖളാ ഉണ്ട്. അപ്പോൾ ആദ്യം സുബഹിയാണോ ളുഹുറാണോ നിസ്കരിക്കേണ്ടത്? ഫയഖ്ലി സുബഹ, അപ്പോൾ സുബഹിനെ ഖളാ വീട്ടണം. അൽ ഫായിത്ത, നഷ്ടപ്പെട്ട സുബഹിയെ ഖളാ വീട്ടണം. ഏതിനു മുമ്പ്? ഖബ്ല ളുഹുരി, ളുഹുറിൻ്റെ മുമ്പ്. സുമ്മ യഖ്ലി ളുഹുറ, എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? ളുഹുറിനെ ഖളാ വീട്ടണം. ബഅദഹു, ആ സുബഹി ഖളാ വീട്ടിയതിന് ശേഷം. വഹാക്കഥ, ഇപ്രകാരം. അതൊരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, സുബഹിയും ളുഹുറും. അപ്പോൾ മഗ്രിബിൻ്റെ സമയമാണ്, ഒരാൾക്ക് ളുഹുറും അസറും ഖളാ ഉണ്ട്. അപ്പോൾ ഏതാ ആദ്യം നിസ്കരിക്കേണ്ടത്? ളുഹുറോ അസറോ? ളുഹുർ നിസ്കരിക്കണം. പിന്നെ ഏതാ? പിന്നെ അസർ നിസ്കരിക്കണം, അല്ലേ? അതേപോലെ തന്നെ ബാക്കിയുള്ള നിസ്കാരങ്ങളൊക്കെ അങ്ങനെ തന്നെ. ആദ്യം ഖളാ ഉള്ളതിനെ തെർത്തീബ് സുന്നത്താണ്. ഇനി ഒരാൾ തിരിച്ച് ഇതാക്കിയാൽ അയാൾക്ക് ആ സുന്നത്ത് നഷ്ടപ്പെട്ടു, നിസ്കാരം ശരിയാവാതിരിക്കോ? ഇല്ല. അവിടെ സുന്നത്ത് ഏതാണ്? ആദ്യം ഖളാ ഉള്ളതിനെ ആദ്യം നിസ്കരിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇനി ഈ സുന്നത്ത് നഷ്ടപ്പെടുന്ന ഒരു വിഷയം ശേഷം പറയും. അത് ശേഷം പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇന്നിത്ര മതിയോ? 5 മസാല മതിയോ? മതിയില്ലേ? അവിടെ നിൽക്കട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം.
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.